ഷിയാവിൻ്റെ കോഴിക്കടയിൽ ഡെലിവറിക്ക് നിൽക്കുമ്പോഴാണ് വിനോട്ടൻ്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നത്. ബഷീർ ചായിരുന്നു അപ്പുറത്ത്. എടാ പൂച്ച കിണറ്റിൽ വീണു, ഒന്ന് വരുമോ? ബഷീർ ചാ ഡെലിവറി ഉണ്ട്, 2 ഡെലിവറിയും കഴിഞ്ഞ് ഞാൻ ടപ്പേന്ന് വരാം. അങ്ങനെ ഡെലിവറിയും കൊടുത്ത് നേരെ പൂച്ചനെ രക്ഷിക്കാൻ പോയി. കുറച്ച് ടാസ്ക്കാണ്, കുറേ കാലമായി കിണറ്റിലിറങ്ങിയിട്ട്. രണ്ടും കൽപ്പിച്ച ബഷീർ ചാൻ്റെ പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങി. പൂച്ചയാകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, എന്തായാലും പണി തരും. അങ്ങനെ ആദ്യ ശ്രമത്തിലേക്ക് അങ്ങനെ ആദ്യ ശ്രമം. ഇനിയിപ്പോ അടുത്ത ശ്രമം പൂച്ചയുടെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് കയറ്റണം. അങ്ങനെ ഒരു ശ്രമത്തിൽ നമുക്ക് പൂച്ചനെ രക്ഷിക്കാന്ന് പറഞ്ഞു. ബക്കറ്റ് ഇറക്കിയിട്ടാണ് പോകുന്നത്. ചെറിയൊരു പേടിയുണ്ട്, എപ്പോഴാ കടിക്കുക എപ്പോഴാ മാന്തെന്ന് പറയാൻ പറ്റില്ല. ബക്കറ്റ് എടുക്കാൻ പോയവരെയും കാത്തുനിൽക്കുന്നു. വീണ്ടും കൂട്ടിറക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് പൂച്ചേന സൈഡിലേക്ക് മാറ്റണം. വെള്ളത്തിൽ നിന്ന് കര കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സമയം നമ്മൾ ബക്കറ്റ് ഇറക്കിയിട്ട് അതിലേക്ക് കയറ്റി വിടാനാണ്. വീണ്ടും ചാടുമോ ട്രൈ ചെയ്തു. എൻ്റെ നിൽപ്പ് കണ്ടിട്ട് മുകളിലവർക്ക് ഭയങ്കര ടെൻഷൻ, വീഴുമെന്ന്. വീണാലും കുഴപ്പമില്ല എന്നുള്ള കമൻറ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, വെള്ളത്തിലേക്ക് പോയാൽ അങ്ങനെ വലിയ അപകടമൊന്നും പറ്റില്ല, പിന്നെ താഴത്ത് തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മെല്ലെ പൂച്ചേനെ ബക്കറ്റിലേക്ക് കയറ്റണം. ചാടിപ്പോവാതിരിക്കാൻ ഒരു ചാക്കും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂച്ചേനെ ബക്കറ്റിലേക്ക് കയറ്റുന്ന ശ്രമം. ഓക്കെ, ചാക്കും കൂടി വെച്ച്